ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് നമ്മളിപ്പം ട്രേഡ് ചെയ്യുന്ന പലർക്കും നല്ല പ്രോഫിറ്റ് എന്ന് വന്നിട്ടുണ്ട്. എനിക്ക് കുറേ DMസും വന്നിട്ടുണ്ട് പ്രോഫിറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അത് വലിയ സന്തോഷം. അപ്പോൾ നമ്മളിപ്പം ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുവിധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇന്ന് പ്രോഫിറ്റ് തന്നെ ആയിട്ടുണ്ട്. ട്രേഡിങ് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം പഠിച്ചിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. എൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണുക. അതിൽ ഞാൻ തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ടിപ്പുകളുണ്ട്. എങ്ങനെ ട്രേഡ് ചെയ്യണം, എങ്ങനെയാണ് ബയ്യേഴ്സ് സ്കാനിലെ ക്ലോസിങ്, സെല്ലേഴ്സ് സ്കാനിൽ റിജക്ഷൻ, ഇതൊക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. മിനിമം നിങ്ങൾ അതെങ്ങനെയും കണ്ടിട്ട് ട്രേഡിങ്ങിന് ഇരിക്കുക. അപ്പോൾ അധികം ലോസുകളൊന്നും ഉണ്ടാവില്ല. മാക്സിമം ലോസുകളൊക്കെ കുറച്ചിട്ടാണ് ട്രേഡിങ്ങിലേക്ക് ഇരിക്കുന്നത്. പിന്നെ റീ എൻട്രിയിൽ വരുന്ന കുറച്ച് പ്രോഫിറ്റുകളുണ്ട്. റീ എൻട്രി ടെക്നിക്കൊന്നും അറിയില്ലെങ്കിൽ അതും നിങ്ങൾ യൂട്യൂബ് വീഡിയോസ് തന്നെ കാണുക. ഞാൻ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട്, റീ എൻട്രി വരും. ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചാലും പ്രശ്നമില്ല, റീ എൻട്രി വരും. റീ എൻട്രിയിൽ നമുക്ക് ഫുൾ ടാർഗറ്റ് വരുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കാണുക. ഇന്നും നമുക്ക് നല്ല പ്രോഫിറ്റ് വന്നിട്ടുള്ള ദിവസം തന്നെയാണ്. നിഫ്റ്റിയിലാണെന്ന് ട്രേഡ് ഉണ്ടായിരുന്നത് ഫുള്ള്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് 3 ടാർഗറ്റുകൾ അടിച്ചിട്ടുണ്ടെന്ന്. ഒരെണ്ണം നമുക്ക് റീ എൻട്രിയിലാണ് ടാർഗറ്റ് അടിച്ചത്. അത് പെയ്ഡ് ഗ്രൂപ്പിലാണ്. ഫ്രീ ഗ്രൂപ്പിൽ നമുക്ക് 2 ടാർഗറ്റ് വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രേഡിലേക്കൊക്കെ പോവാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ട്രേഡിങ് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡുകളാണ് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞത്. ഒരു 70%, ഒരു 60 to 70% അറിവ് നിങ്ങൾക്ക് എൻ്റെ ഈ യൂട്യൂബ് വീഡിയോസിന് മാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സ്, അതായത് പെയ്ഡ് ഗ്രൂപ്പിൽ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, ഫ്രീ ഗ്രൂപ്പിൽ കയറിയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ശരി, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്രേഡേഴ്സ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ട്രേഡ് എടുക്കണം. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തരുന്ന പ്രൈസുകൾ നിങ്ങൾക്കറിയാമല്ലോ. ഒരു 30 മിനിറ്റ് മുമ്പേ നമുക്ക് കിട്ടുന്നുണ്ട്. രാവിലെ മോർണിംഗ് ട്രേഡിൻ്റെ കാര്യമാണ് പറയണത്. മാർക്കറ്റ് റണ്ണിങ്ങിലാകുമ്പോൾ ട്രേഡ് വരുന്നത് ഒരു 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 6 മിനിറ്റ് മുമ്പ് അങ്ങനത്തെ ലെവലിലായിരിക്കും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗ് കിട്ടുന്ന ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 മിനിറ്റ് മുമ്പേ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ആപ്പിൽ പോയിട്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് വരച്ച് വയ്ക്കുക. അതായത് ട്രേഡിംഗ് വ്യൂ ആപ്പിൽ പോയിട്ട് സ്ട്രൈക്കൊക്കെ ആഡ് ചെയ്തിടുക. സ്ട്രൈക്കിൽ ഞാൻ പറഞ്ഞ പ്രൈസുകളൊക്കെ വരച്ച് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ മുമ്പ് ഒരു ട്രേഡും നിങ്ങൾ ചെയ്യണ്ട. ആ പ്രൈസിലേക്ക് വരുന്ന നേരത്ത് നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. മാർക്കറ്റ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടെന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാ ക്യാൻഡിൽസിലും കയറി പോകേണ്ട ആവശ്യങ്ങളില്ല. ഞാൻ ബേസിക് കാര്യമാണ് പറയണത്. അങ്ങനത്തെ ഒരു ആവശ്യമില്ല. മാർക്കറ്റിൽ അങ്ങനത്തെ ഒരു ധൃതി വേണ്ടായിരിക്കും. നമ്മൾ അങ്ങനത്തെ ധൃതി എടുക്കാണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം ട്രേഡുകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, പ്രോഫിറ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനുള്ള സെറ്റപ്പ്. നിങ്ങൾ കാണുന്ന ക്യാൻഡിൽസിലൊന്നും കയറി പോകരുത്. മാർക്കറ്റ് നമ്മുടെ ഇപ്പോൾ ബേസിക് ഞാൻ ഇപ്പോൾ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു പ്രൈസ് തന്നു, അതിൻ്റെ മുകളിലേക്ക് ചിലപ്പോൾ നല്ല രീതിക്ക് മുകളിലേക്ക് പോയിണ്ടാവും. നിങ്ങൾ അതിൻ്റെ പിന്നാലെ ഓടി കയറി പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ കണ്ടീഷനുള്ള ട്രേഡുകൾ വരും. നിങ്ങൾക്ക് ഫുള്ളൊരു ട്രേഡിങ്ങിലൊരു ക്ഷമ എന്തായാലും വേണം. പേഷ്യൻസ് ഇല്ലെങ്കിൽ ട്രേഡിങ്ങിൽ വിജയിക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ഞാൻ തരുന്ന പ്രൈസിൽ, ഞാൻ തരുന്ന സ്ട്രൈക്കിൽ മാത്രം ട്രേഡ് ചെയ്യുക. ഇപ്പോൾ കുറേ ആൾക്കാർ ചെയ്യണത്, ഞാനൊരു പ്രൈസ് പറയും, ആ പ്രൈസിൻ്റെ അവിടേക്ക് വരണ നേരത്ത് ഇവർ പോയിട്ട് ഇത്തിരിയോളം വില കുറഞ്ഞ പ്രൈസിൽ പോയി ട്രേഡ് ചെയ്യും. അതായത് പ്രൈസ് മീൻസ് സ്ട്രൈക്കിൽ പോയിട്ട് ട്രേഡ് ചെയ്യും. ഞാൻ കൊടുത്തൊരു സ്ട്രൈക്ക് ഉണ്ടാവും, ഒരു പ്രൈസ് ഉണ്ടാവും. പക്ഷേ ചിലവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തിരിയോളം വില കുറവ് നോക്കി പോയിട്ട് വേറെ ഏതെങ്കിലും സ്ട്രൈക്കിൽ അതിനേക്കാൾ വില കുറവുള്ള സ്ട്രൈക്ക് പ്രൈസ് ഇതിലൊക്കെ പോയി ട്രേഡ് ചെയ്യും, ലോസ് വരുത്തും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്നോടാണല്ലോ ഡൗട്ട് ചോദിക്കേണ്ടത്. നിങ്ങൾ ഡൗട്ട് വെച്ചിട്ട് ട്രേഡിങ്ങിൽ ചെയ്യരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്യാഷ് പോകേണ്ട ഒരു മെത്തേഡാണ്. പിന്നെ ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് ചാനലാണത്. നിങ്ങൾക്ക് ഫുൾ അറിവുകളാണ് ഞാൻ അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെങ്ങനെ ബെസ്റ്റ് ട്രേഡർ ആക്കാമെന്നാണ് ഞാൻ ഈ ഫ്രീ ഗ്രൂപ്പിലാണെങ്കിലും പെയ്ഡ് ഗ്രൂപ്പിലാണെങ്കിലും ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഒക്കെ പറയണത്. നിങ്ങൾക്ക് സക്സസ്ഫുൾ ട്രേഡർ ആവണമെങ്കിൽ നിങ്ങൾക്ക് അത്രയും മൈൻഡ് സെറ്റ് വേണം. നിങ്ങൾക്കൊരു കൺവിൻഷൻ വേണം. ഫസ്റ്റ് ഇത്ര പോയിന്റ് എടുക്കണം, അല്ലെങ്കിൽ ഇത്ര പോയിൻ്റേ ഞാൻ SL കൊടുക്കുള്ളൂ. ഇങ്ങനത്തെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് എന്തായാലും വേണം. എന്നാലേ പറ്റുള്ളൂ കാര്യങ്ങൾ. നിങ്ങൾ മിനിമം 10 പോയിന്റ് നിഫ്റ്റിയിൽ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിഫ്റ്റിയിൽ 10 പോയിന്റ് എടുക്കണം. നിങ്ങൾ 10 പോയിന്റ് പോയി കഴിഞ്ഞാൽ ഇറങ്ങണം എന്ന് ഞാൻ പറഞ്ഞാൽ ഇറങ്ങണം. അങ്ങനെയാണ് എൻ്റെ ട്രേഡിങ്. അപ്പോൾ 10 പോയിന്റ് എടുക്കാൻ ശ്രമിക്കുക, 10 പോയിന്റ് SL ഇടുക. മിനിമം ആ പറയണത് ഈ 10 പോയിന്റ് അല്ല നമ്മുടെ ടാർഗറ്റ്. 10 പോയിന്റ് SL ഇടുമ്പോൾ 50 പോയിന്റാണ് നമ്മുടെ ടാർഗറ്റ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് 10 പോയിന്റ് എടുത്ത് പഠിക്കുന്നത്. ബിഗിനേഴ്സാണ് എല്ലാവരും, ആരും എക്സ്പേർട്ടുകളൊന്നുമല്ല. എക്സ്പേർട്ട് ആയ ട്രേഡേഴ്സ് 1:3, 1:4, 1:5 ഒക്കെ ഇരുന്നോ, ഒരു പ്രശ്നമില്ല. എനിക്ക് മൈൻഡ് സെറ്റ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ലോട്ട് കൂടുതൽ ഇട്ടിട്ടും ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും. മൈൻഡ് സെറ്റ് ഇല്ലാത്തവർ തന്നെ പേടി വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. നിങ്ങൾ 10 പോയിന്റ് തന്നെ പിടിക്കുക. അതാണ് ഞാൻ പറയണത്.
പ്രോഫിറ്റ് നിങ്ങൾ 10 പോയിന്റിന് എടുക്കുക. നിങ്ങൾ അടുത്ത ട്രേഡ് 10 പോയിന്റ് കളഞ്ഞാലും നിങ്ങൾക്കൊരു വിഷമം വരേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് അടുപ്പിച്ച് എസ് എൽ വന്നാലും 3ാമത്തെ ട്രേഡ് അല്ലെങ്കിൽ 4ാമത്തെ ട്രേഡ് നമുക്ക് അത് റിക്കവറാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുക. അപ്പോൾ ചില ട്രേഡേഴ്സ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യണത്. അത് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാനത് പറയണത് കേട്ടോ. നമ്മളൊരു ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ചാണ് ഞാൻ പറയണത്. അപ്പോൾ ആരങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട, ഞാൻ തരുന്ന പ്രൈസിൽ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സ്ട്രൈക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ, പ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്നോട് തന്നെ ചോദിക്കുക. മീൻസ് എൻ്റെ ഗ്രൂപ്പിൽ ഇരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയണത്. പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് കാണുന്നവർക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ കയറിയിരിക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ട്രേഡിംഗ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ്, നിങ്ങൾക്ക് കൂടുതൽ ട്രേഡ് വേണം, ഒരു 1.5 വരെ 3.5 വരെയൊക്കെ ട്രേഡ് ചെയ്യാൻ, കണ്ടിന്യൂസ് ട്രേഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. സംഭവം അതൊക്കെ ഓവർ ട്രേഡ് തന്നെയാണ്, ഇല്ലയെന്ന് ഞാൻ പറയണില്ല. കൂടുതൽ ട്രേഡ് കിട്ടാൻ ആഗ്രഹമുള്ളവർ എൻ്റെ പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരിക്കുക. ചെറിയൊരു ഫീസുള്ളൂ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പറയാൻ ഗൈസ്. നമുക്കിനി ഇന്നത്തെ ട്രേഡിലേക്കൊക്കെ പോകാം. അപ്പോൾ ടെലിഗ്രാമിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. നമ്മൾ ആദ്യം കൊടുത്ത റൂൾസാണ്. പിന്നെ നിഫ്റ്റി ലെവൽസ്, ബാങ്ക് നിഫ്റ്റി ലെവൽസാണ് കൊടുത്തത്. നിങ്ങൾ ഈ നിഫ്റ്റി ലെവൽസ് നിങ്ങളുടെ ട്രേഡിംഗ് വ്യൂ ആപ്പിലൊന്ന് വരച്ചിട്ട് നോക്കി നോക്കുക. അതിൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയാണ് സെല്ലേഴ്സിൻ്റെ റിജക്ഷൻ കണ്ടിട്ട് എങ്ങനെയാണ് അത് മുകളിലേക്ക് സ്ട്രൈക്ക് എങ്ങനെയാണ് പോയേക്കണത് എന്ന് നമുക്ക് നിഫ്റ്റി സ്പോട്ട് നോക്കി നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ട്. അപ്പോൾ മാക്സിമം അതൊക്കെ ഒന്ന് നോക്കി നോക്കുക. പിന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന 23,750 പി, 23,750 സി, ഈ 2 സ്ട്രൈക്കേ കൊടുത്തിട്ടുള്ളൂ ഒന്ന് ഫ്രീ ഗ്രൂപ്പിൽ. പിന്നെ നമ്മുടെ പെയ്ഡ് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഫീ ആണ് 500 ആണ്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പിന്നെ ഇത് ഇന്നലത്തെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ ആക്ടിവിറ്റീസാണ്. ഒരു 6 ട്രേഡ് ഇന്നലെ കിട്ടിയിട്ടുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. നമുക്കിന്ന് 2 ടാർഗറ്റ് ഉണ്ടായിരുന്നത് നിഫ്റ്റിയിൽ തന്നെയായിരുന്നു. അതിലൊന്നാണ് ഇത് 50 പോയിന്റ് കിട്ടിയത്. പിന്നെ രണ്ടാമത്തെയാണ് ഇത് ഈ കാണുന്നത്. ഇതിന് നമുക്ക് ഫുൾ ടാർഗറ്റാണ്. ഒരേ സ്ട്രൈക്കിലാണ് ഇത് രണ്ടും കിട്ടിയേക്കണം. നമുക്ക് ഇന്നുണ്ടായിരുന്ന സ്ട്രൈക്ക് 23,750 പി സി ആണ്. നിങ്ങൾക്കിവിടെ കുറച്ചുകൂടി സ്ട്രൈക്കുകൾ കാണാം. അതൊക്കെ പെയ്ഡ് ഗ്രൂപ്പിലത്തെ സ്ട്രൈക്കുകളാണ്. അതിലൊക്കെയും ട്രേഡിങ് ഉണ്ടായിരുന്നു. 23,750 പി ആക്റ്റീവായി എന്ന് പറഞ്ഞത് 9/24 98.85 മേടിക്കാൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് കാണുന്നത് ഡേറ്റ് 2 ബയേഴ്സ് ലോസ് ചെയ്ത് സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിമിറ്റ് ഓർഡറിൽ മേടിക്കാമെന്നൊക്കെയാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ബയേഴ്സ് ലോസ് ചെയ്ത ശേഷം സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ചെയ്തു, ലിമിറ്റ് ഓർഡറിന് കിട്ടും. ഇതിൻ്റെ ഡിമാൻഡിലൊക്കെ അടിയിലേക്ക് കിട്ടും. ലിമിറ്റ് ഓർഡർ തന്നെ നമുക്ക് നോക്കാം. നമുക്ക് ലിമിറ്റ് ഓർഡറിൽ നിന്ന് ഒരു 14 പോയിന്റ് മൂവ്മെൻറ്റ് തന്നിട്ടുണ്ട്. 1:1 അവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ സേഫ് ട്രേഡേഴ്സ് അവിടെ വിൽക്കുക. 10 പോയിന്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര കളില്ല. 750 രൂപയുണ്ട്. അപ്പോൾ വലിയൊരു എമൗണ്ടാണ്. റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരൊക്കെ അവിടെ വിൽക്കുക. അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് 10 പോയിന്റ് എസ് എൽ അല്ലാത്തവർക്ക് പോയിണ്ടാവും. അതായിരുന്നു 23,750 പി യിലത്തെ കാര്യങ്ങൾ. പിന്നെ പി യിലേക്ക് നമുക്ക് പിന്നെ വന്നിട്ടില്ല, നിങ്ങൾക്ക് കാണാം. പിന്നെ പി നമുക്ക് മെൽറ്റായിട്ട് 0 ആയിക്കാണ് ചെയ്തേക്കണത്. ഇനി നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നത് 23,750 സിയിലാണ്. 23,750 സി 8.25 കൊടുത്തത്. 153.10 ഞാൻ പറഞ്ഞത്. ആക്റ്റീവായെന്ന് പറഞ്ഞാൽ 9.39 8:30 കൊടുത്ത ട്രേഡാണിത്. 2-ാം തീയതി ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മുടെ ലെവലിലേക്ക് വന്നു. 153.10 വന്നു. അവിടെ ഈ സെല്ലേഴ്സ് റേഷൻ നിങ്ങൾക്ക് കാണാമല്ലോ. കറക്റ്റ് ലിമിറ്റ് ഓർഡറിൽ ഈ പ്രൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ലിമിറ്റ് ഓർഡറിൽ തന്നെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 20 പോയിന്റ് 1:2 അവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. 1:1 1:2. അപ്പോൾ ഒത്തിരി സേഫ് പ്ലെയേഴ്സൊക്കെ അവിടെ ഇറങ്ങുക. നിങ്ങൾ ബുക്ക് ചെയ്യുക നിങ്ങളുടെ പ്രോഫിറ്റുകൾ. ലോങ്ങിലേക്ക് ഇരിക്കാൻ മൈൻഡ് സെറ്റുള്ളവർ മാത്രം അവിടെ ഇരുന്നാൽ മതി. അല്ലാത്തവരൊക്കെയും ബുക്കിങ് ചെയ്യുക നിങ്ങളുടെ പ്രോഫിറ്റുകളൊക്കെയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോപ്പ് ലോസിലേക്കൊക്കെ പോകാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. അതാണ് ഞാൻ പറയണത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ 153.10 നമുക്ക് സ്റ്റോപ്പ് ലോസ് വന്നു. പിന്നെ അതിന് ശേഷം നമുക്ക് റീ എൻട്രി ഉണ്ട് അവിടെ. എപ്പോഴും സ്റ്റോപ്പ് ലോസ് പെട്ടെന്ന് വന്നു. അതായത് നിങ്ങൾക്ക് കാണാമല്ലോ അവിടെ നമുക്ക് ട്രേഡ് ആക്ടിവേറ്റ് ആയ ശേഷം പെട്ടെന്ന് തന്നെ ഒരു 1:2 കിട്ടിയിട്ടുണ്ട് അവിടെ. പിന്നെ അത് പെട്ടെന്ന് തന്നെ എസ് എല്ലിലേക്ക് വരും ചെയ്തു. ബുക്ക് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ, എസ് എല്ലിൽ പോയവരുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ അപ്പോൾ തന്നെ വരുന്ന അടുത്തൊരു ബയേഴ്സ് സ്കാനിൽ ക്ലോസിങ്ങും സെല്ലേഴ്സ് റിജക്ഷനും നിങ്ങൾക്ക് കാണാം. അവിടെ ബയേഴ്സ് സ്കാനിലൂടെ ക്ലോസ് ചെയ്തു, സെല്ലേഴ്സ് റിജക്റ്റ് ചെയ്ത് ഇത്തിരി മുകളിലാണ്. അപ്പോൾ ഇത്തിരി ലിമിറ്റ് ഓർഡറിലേക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എൻ്റെ ഇടയിൽ നിന്ന് എടുക്കാം, ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുക്കാം. എങ്ങനെ എടുത്ത ആൾക്കാണെങ്കിലും സ്റ്റോപ്പ് ലോസിക്ക് പിന്നെ വന്നിട്ടില്ല. നമുക്കത് ഫുൾ ടാർഗറ്റാണ്. 50 പോയിൻറ്റ്സ് അവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. നമ്മുടെ സ്ട്രൈക്കിൽ പെട്ടെന്നൊരു സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞ് നമ്മൾ മേടിച്ചു, പെട്ടെന്ന് തന്നെ കുറച്ച് പോയിൻറ്റ്സ് കിട്ടിയിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് വന്നു. അങ്ങനത്തെ സിനാരിയോ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അപ്പോൾ തന്നെ റീ എൻട്രിക്കും മാർക്കറ്റ് നമുക്ക് ഓപ്ഷൻ തരും. ആ ടൈമിൽ ഈ ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്. അതേ പ്രൈസിൽ നമ്മൾ ഇങ്ങനെ മേടിക്കുക. അങ്ങനെയാണ് നമുക്ക് ഫുൾ ടാർഗറ്റിക്കൊക്കെ പോകാൻ പറ്റും.
ഈ ലിമിറ്റ് ഓർഡറിൻ്റെ അവിടെ നിന്ന് ഒരു പോയിന്റ് പോലും അടിയിലേക്ക് സ്റ്റോപ്പ് ലോസിലേക്ക് വന്നിട്ടില്ലേ. അപ്പോൾ അത്രയും കണ്ടിന്യൂസ് റണ്ണായിരുന്നു അത്. അങ്ങനെയായിരുന്നു ഈ 50 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയത്. പിന്നെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 191 ഈ പ്രൈസിൻ്റെ, അതായത് 23,750 ഈ 23,750 അടുത്തൊരു പ്രൈസ് 191 മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം 9:55 പറഞ്ഞത് ഞാൻ. 191 നെക്സ്റ്റ് എൻട്രി 23,750 9:55 9:55 എന്ന് പറഞ്ഞാൽ ഈ ഗ്രീൻ ക്യാനിൽ ഇങ്ങനത്തെ ഒരു പോക്ക് പോയില്ലേ, നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ പറഞ്ഞത്, അപ്പോൾ തന്നെ കൊടുത്തതാണ് 191 രൂപയാണ് അടുത്ത പ്രൈസ് മേടിക്കേണ്ടതെന്ന്. ഞാൻ അപ്പോൾ തന്നെ എൻ്റെ പോക്ക് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു 191 കടന്നു പോയിട്ട് എല്ലാവരും കിട്ടണമെന്ന് വെച്ചിട്ടാണ് ഞാനത് പറയണത്. ഫസ്റ്റ് പറയണത് 191 അടുത്ത റേഞ്ച്. സെല്ലേഴ്സ് റേഷൻ 191 മുകളിൽ വന്നാലും മേടിക്കാം. ഇപ്പോൾ ഇവിടെ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടാവും, അവർക്ക് ട്രേഡ് കിട്ടണമല്ലോ. അതായത് അവർക്ക് പോയ കാശ് തിരിച്ച് കിട്ടണമെങ്കിൽ ഓൾറെഡി അത് 20 മണി കിട്ടിയിട്ടുണ്ട്, ബുക്ക് ചെയ്തവരുണ്ടാവും. അപ്പോൾ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനത് പറയണത്. പക്ഷേ നമ്മുടെ ഒരു ഭാഗ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലത്തെ പ്രൈസ് 153 തന്നെ അത് ആക്റ്റീവായിട്ടുണ്ട്. എന്നിട്ട് നേരെ പോയിട്ട് 191 മുകളിൽ പോയിട്ടത് 203 വരെ പോയി. പിന്നെയും ജസ്റ്റ് ഒരു റിജക്ഷൻ കാണിച്ച് തിരിച്ചിറങ്ങി. പിന്നെ ഈ ട്രേഡ് ആക്ടിവേറ്റ് ആവണത് നിങ്ങൾക്ക് കാണാം 10:42 10:42 ബയേഴ്സ് പ്രോപ്പർ ക്ലോസ് ചെയ്ത് സെല്ലേഴ്സ് ഇവിടെ റിജക്റ്റ് ചെയ്തു. പിന്നെയും നിങ്ങൾക്ക് കാണാം, പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട വന്നിട്ടില്ലേ. 10 പോയിൻ്റ് അവിടെ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തതെന്ന് നമുക്ക് കാണാം. നമ്മൾ 10 പോയിൻ്റ് ഇട്ടിട്ടുള്ളൂ, എന്നിട്ടാണ് ഈ 50 പോയിൻ്റ് എടുത്തേക്കണത്. ഇതൊന്നും ഒരു സ്കാൽപ്പിംഗ് അല്ല ഗൈസ്, ഫസ്റ്റ് അത് മനസ്സിലാക്കുക. സ്കാൽപ്പിംഗ് ട്രേഡുകളൊന്നുമല്ല. നമ്മൾ സ്കാൽപ്പിംഗ് ട്രേഡുകൾ പ്രൊമോട്ടും ചെയ്യണില്ലേ. 1 മിനിറ്റ് ചെയ്യുന്നത് സ്കാൽപ്പിംഗ് ഒന്നുമല്ല. അത്യാവശ്യം നോളജ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ട്രേഡ് ചെയ്യണത്. അപ്പോൾ സ്കാൽപ്പിംഗ് ഒന്നുമല്ല, അങ്ങനെ തെറ്റിദ്ധാരണയൊന്നും വേണ്ട ആർക്കും. അപ്പോൾ അങ്ങനെയാണ് ഈ 50 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയാണത്. അപ്പോൾ നമുക്ക് ഇന്നൊരു 130 പോയിൻറ്റ്സ് ഫ്രീ ഗ്രൂപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയിലാണ് പറയുന്നത് 130 പോയിൻറ്റ്സ്. ഒരു 11:10 ആകുമ്പോഴേക്കും എല്ലാവരും 130 പോയിൻറ്റ്സ്, എല്ലാവരും പ്രോഫിറ്റിലോ. 130 പോയിൻറ്റ്സ് ഞാൻ പറയണില്ലേ, 130 പോയിൻറ്റ്സ് ടോട്ടൽ പ്രോഫിറ്റിലേക്ക് വന്നു എന്ന് മാത്രം. പക്ഷേ എല്ലാവരും ഫ്രീ ഗ്രൂപ്പിൽ നിന്ന് എല്ലാവരും പ്രോഫിറ്റിലാവുള്ളൂ. അങ്ങനത്തെ ഒരു ലെവൽ തന്നെയായിരുന്നു ട്രേഡിങ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലും എൻ്റെ ഒപ്പം ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ട്രേഡൊക്കെ എടുക്കാം. നല്ല സക്സസ്ഫുൾ ട്രേഡർ ആവാൻ പറ്റും. പിന്നെ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ട്രേഡുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇഷ്ടം പോലെ സ്ട്രൈക്ക് വേറെ ഉണ്ട്. ഇതിലൊക്കെയും ട്രേഡുകളുണ്ട്. ഞാൻ സെപ്പറേറ്റ് എടുത്ത് കാണിച്ചു തരുന്നില്ല എന്ന് മാത്രം. നമുക്ക് പെയ്ഡ് ഗ്രൂപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് എൻ്റെ പെയ്ഡ് ഗ്രൂപ്പ്. നിങ്ങൾക്ക് കാണാം ഇതിലെങ്ങനെയാണ് ടാർഗറ്റുകൾ വന്നേക്കണേന്ന്. ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ പറയണില്ല എന്ന് മാത്രം. താല്പര്യമുള്ളവർക്ക് വന്ന് ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നമുക്കൊരു 16 പോയിൻറ്റ്സ് കണ്ടിട്ടാണ് ഇത് സ്റ്റോപ്പ് ലോസിലേക്ക് വന്നേക്കണത്. അതിനൊക്കെ നമുക്കിവിടെ സ്ട്രാറ്റജീസ് ഉണ്ട്. 16 പോയിൻറ്റ്സ് വന്നിട്ട് സ്റ്റോപ്പ് ലോസ് ആരും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. 16 പോയിൻറ്റ്സ് പോയ ശേഷം തിരിച്ച് വരുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. അതിന് വേറെ ടെക്നിക്കുകളുണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു പെയ്ഡ് ഗ്രൂപ്പിൽ ട്രേഡ് കിട്ടാൻ. പ്രോപ്പർ ഒരു എൻട്രി 1:30 ശേഷമാണ് വന്നത്. പക്ഷെ നമുക്കത് ഫസ്റ്റ് ട്രേഡ് നമുക്ക് SL പോയി. നമുക്ക് കാണാം ഫസ്റ്റ് ട്രേഡ് ഒരെണ്ണം SL 24,000 CE. അത് തന്നെ ഒരു 9 പോയിൻറ്റ് പോയ ശേഷം അത് SLക്ക് വന്നു. അപ്പോൾ നമുക്കത് SL തന്നെയാണ്. 10 പോയിൻറ്റ് മിനിമം പോയിട്ടില്ലേ. അപ്പോൾ ഇവിടെ ഒന്നും പറയാനില്ലേ, അത് SL തന്നെയാണ്. പിന്നത്തെ ട്രേഡ് നമുക്ക് ഫുൾ ടാർഗറ്റാണ്. അതാണ് പറഞ്ഞ റീ എൻട്രി. ഈ ഭാഗത്ത് തന്നെയാണ് റീ എൻട്രി വരുന്നത്. ഈ റീ എൻട്രി വരുമ്പോൾ നമുക്കിവിടെ ഫുൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ട്രേഡിൽ തന്നെ 50 പോയിൻറ്റ്സ് അവിടെയും കിട്ടിയിട്ടുണ്ട് പെയ്ഡ് ഗ്രൂപ്പിൽ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പെയ്ഡ് ഗ്രൂപ്പിൽ കയറാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക, എനിക്ക് DM ചെയ്യുക. അപ്പോൾ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ട്രേഡിങ്. അത്യാവശ്യം നല്ലൊരു അടിപൊളി ദിവസം തന്നെയായിരുന്നു. നിഫ്റ്റിയും അടിപൊളി മൂവ്മെൻറ്റ് തന്നെയായിരുന്നു ഇന്നത്തെ. 400+ നിഫ്റ്റി മൂവ് ചെയ്തിട്ടുണ്ട് ഇന്ന്. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്ക ലെവൽസിലും അടിപൊളി ട്രേഡ്സ് വന്നിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ വന്നിട്ടുണ്ട്. അത് പെയ്ഡ് ഗ്രൂപ്പിലാണ്, ഫ്രീയിലൊന്നും വന്നിട്ടില്ല, പെയ്ഡിലാണ് വന്നേക്കുന്നത്. പക്ഷേ അതൊക്കെ ഈസി ആയിട്ട് 50 പോയിൻറ്റ്സ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ റീ എൻട്രിയിട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ട്. ഈസിയാണ് ട്രേഡിങ് ചെയ്യാൻ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് സ്റ്റഡി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പ്രൈസുകളൊക്കെ നിങ്ങൾക്കും കിട്ടും. എൻ്റെ ട്രേഡിങ് ടെക്നിക്കൊക്കെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കത് ഈസിയായിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റും. താല്പര്യമുള്ളവർക്ക് വന്ന് എൻ്റെ ഒപ്പം സ്റ്റഡി ചെയ്യാം. ഞാൻ ചെയ്യണ അതേ ടെക്നിക്ക് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അതിനൊരു ഫീസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് ലൈഫ് ലോങ്ങിലേക്ക് അത് വർത്തായിരിക്കും. പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ലോസിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ യൂട്യൂബ് ചാനൽസിൻ്റെ പ്രീവിയസ് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫർമേഷൻ ആയിരുന്നു കിട്ടും. അതാണ് ഞാൻ പറയണത്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പ് സ്റ്റോക്കിലും ഡെൽറ്റ എക്സ്ചേഞ്ച് ഇന്ത്യയിൽ നമുക്ക് അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറിയിട്ട് അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളതെന്ന് പറയാൻ. നാളെ വെള്ളിയാഴ്ചയാണ്, ലാസ്റ്റ് ഡേ ആണ് ട്രേഡിങ്ങിൻ്റെ. ഇന്ന് നല്ല മൂവ്മെൻറ്റ് കിട്ടുകൊണ്ട് നാളെ കിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല.
നാളെ ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റുകളൊക്കെ കിട്ടും. നിങ്ങൾ മാക്സിമം ഫാസ്റ്റ് ആവുക. നിങ്ങളുടെ ട്രേഡിങ് എൻട്രികളും സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിനിങ്ങും എല്ലാം ഫാസ്റ്റ് ആക്കുക. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആകാൻ പറ്റും. ഒരു ഫാസ്റ്റ് വരുത്തണം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ പറയാൻ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.